മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് PV അൻവർ MLA സ്വർണ്ണ തട്ടിപ്പ് സംഘങ്ങളുടെ പ്രവർത്തനം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന് അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ചതി ജനങ്ങൾ അറിയണം. പിണറായി വിജയൻ ഉടൻ ആഭ്യന്തരമൊഴിയണം. ആഭ്യന്തര വകുപ്പിൽ തുടരാൻ പിണറായിക്ക് അർഹതയില്ല. താൻ LDF ബന്ധമൊഴിയുകയാണെന്നും ഭാവി പരിപാടികൾ ഞായറാഴ്ച നിലമ്പൂരിൽ വിളിച്ചു ചേർക്കുന്ന പൊതുസമ്മേളനത്തിൽ തീരുമാനിക്കുമെന്നും അൻവർ പറഞ്ഞു. കാട്ടുകള്ളനി പൊളിറ്റിക്കൽ സെക്രട്ടറി ഈ പറയുന്ന ശശി തന്നെയാണ് ഈ മനുഷ്യനെ വികൃതമാക്കുന്നത്. കേരളത്തിൽ CM നിങ്ങൾ കേരളത്തിലെ കത്തിജ്വലിച്ചിരിക്കുന്ന ഒരു സൂര്യനായിരുന്നു. അത്ര ഇഷ്ടമായിരുന്നു ജനങ്ങൾക്ക്. പക്ഷെ CM അറിയില്ല, ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട്. ആ സൂര്യൻ കെട്ടുപോയി കേരളീയ പൊതുസമൂഹത്തില്. ഞാൻ പറയാണ് ആത്മാർത്ഥമായിട്ട്, നെഞ്ച് തട്ടിയിട്ട് ഞാൻ പറയുന്നത്. ആ CM-ന്റെ ഗ്രാഫ് 100-ൽ നിന്ന് 0-ലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നാട്ടിൽ നടക്കുന്ന CM അറിയില്ല. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, വീണ്ടും നിലപാട് ആവർത്തിക്കുകയാണ് അൻവർ. മാത്രമല്ല, ഇനി ഇടതുമുന്നണിയുമായുള്ള ബന്ധം ഒഴിയുന്നു എന്ന് പറയുന്നു. പക്ഷേ ലഭിച്ച സ്ഥാനങ്ങളൊന്നും ഒഴിയില്ല എന്നുള്ളതാണ്. MLA സ്ഥാനമൊപ്പം തന്നെ പാർലമെന്ററി പാർട്ടി അംഗത്വമൊക്കെ ചൂണ്ടിക്കാണിച്ചപ്പോൾ, മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോൾ ലഭിച്ച സ്ഥാനങ്ങളൊന്നും വിട്ടുകൊടുക്കില്ല എന്നും അൻവർ പറയുന്നുണ്ടായിരുന്നു. ഞായറാഴ്ച പൊതുസമ്മേളനം വിളിക്കുമെന്നും അൻവർ പറയുന്നുണ്ടായിരുന്നു. PV അൻവർ MLA എന്തൊക്കെ കാര്യങ്ങളാണ് വീണ്ടും ആവർത്തിച്ചത്? മുഖ്യമന്ത്രിക്കെതിരെയും അതോടൊപ്പം തന്നെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വാക്കുകളുമായിരുന്നു പ്രധാനമായും പൊതുസമ്മേളനത്തിൽ പറഞ്ഞത്. അതായത് സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നു. അതോടൊപ്പം സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളെ പൂർണ്ണമായും നിരാകരിച്ച് പാർട്ടി ചട്ടക്കൂടി പ്രവർത്തകരെ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നു. അതോടൊപ്പം സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളെ പൂർണ്ണമായും നിരാകരിച്ച് പാർട്ടി ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കാതെ, അല്ലെങ്കിൽ പാർട്ടി ചട്ടക്കൂടിനെ പൂർണ്ണമായും കടന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളും ഇന്നും തുടരുക തന്നെയായിരുന്നു. കാരണം മുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിൽ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി വീണ്ടും പുനഃപരിശോധിക്കണം, അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെല്ലാം തന്നെ പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആളുകളാണ് ഇതിനെതിരെ, അതായത് ഒരു ഉപജാപക വൃന്ദം തന്നെ അദ്ദേഹത്തിന് ചുറ്റും പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഇപ്പോഴും അത് തുടരുകയാണ്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രിക്ക് വളരെ കൃത്യമായി തന്നെ അറിയാം. കാരണം കുറെ കാലങ്ങളായി, കുറെ വർഷങ്ങളായി അവർ മുഖ്യമന്ത്രിക്ക് ചുറ്റും ഉണ്ട്. താൻ ഇതുമായി ബന്ധപ്പെട്ട തുടക്കത്തിലെല്ലാം പരാതി നൽകിയപ്പോൾ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം അത്തരത്തിലായിരുന്നു. മുഖ്യമന്ത്രിയുടെ അടുത്തു പോയ സമയത്ത് അദ്ദേഹം ഗൗരവത്തോടെയാണ് സമീപിച്ചത്. ആ സമയത്ത് താൻ കരുതി ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകും, അല്ലെങ്കിൽ നടപടികൾ ഉണ്ടാകും എന്ന് കരുതി. പക്ഷേ പിന്നീട് മാത്രമല്ല, തുടക്കത്തിൽ ആ രീതിയിൽ ചില നടപടികൾ എടുത്തു. മലപ്പുറം മുൻ SP ആയിരുന്ന സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു, ചില DYSPമാരെ സ്ഥലം മാറ്റി, അത്തരത്തിലുള്ള ചില നടപടികൾ എടുത്തു. അപ്പോഴും തൻ്റെ ലക്ഷ്യം അതായിരുന്നില്ല, അത് മനസ്സിൽ ഉണ്ടായിരുന്നു. ഇതിനേക്കാൾ വലിയ സ്രാവുകൾ ഉണ്ട്, അവരെ മാറ്റേണ്ടതായിട്ടുണ്ട്. അവരാണ് ഈ കള്ളക്കളികൾക്കും ഇത്തരം അനധികൃത സ്വത്ത് സമ്പാദനത്തിനും അതുപോലെ തന്നെ അനധികൃത പ്രവർത്തനങ്ങൾക്കും പിന്നിലെല്ലാം തന്നെ അതായിരുന്നു തൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകൾ താൻ നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ കൃത്യമായ കാര്യങ്ങളും പരാതികളും വേണ്ട രീതിയിൽ തന്നെ പാർട്ടിക്കുള്ളിലും മുഖ്യമന്ത്രിക്കും അടക്കം നൽകിയിരുന്നു. അതിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകും എന്ന പ്രതീക്ഷ തനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് മുഖ്യമന്ത്രി ഈ വാർത്താ സമ്മേളനം വിളിച്ചതോടെ ആ പ്രതീക്ഷകൾ എല്ലാം തന്നെ തെറ്റി. കാരണം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് താൻ ഒരു സ്വർണ്ണക്കള്ളക്കടത്തുകാരനായി തന്നെ ചിത്രീകരിക്കുകയായിരുന്നു. താൻ നൽകിയ പരാതികൾ പരിശോധിക്കാതെ പൂർണ്ണമായും തന്നെ ഒരു മോശമായി ചിത്രീകരിച്ചു. തന്നെ വലിയ രീതിയിലാണ് മുഖ്യമന്ത്രി മോശമായി സമൂഹത്തിന് മുൻപിൽ ചിത്രീകരിച്ചത്. ഒരു പിതാവായി തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. പക്ഷേ മുഖ്യമന്ത്രി പല മക്കളോട് പല രീതിയിലുമാണ് പെരുമാറുന്നത്. മുഹമ്മദ് റിയാസിനെ ചേർത്ത് പിടിക്കുന്ന കാര്യമെല്ലാം അദ്ദേഹം എടുത്തു പറഞ്ഞു. അത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ രീതിയിലാണ് അദ്ദേഹം ആഞ്ഞടിച്ചത്. ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയാകും ഇത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും വലിയ രീതിയിൽ PV അൻവർ MLA ആഞ്ഞടിച്ചു. ഇത് സർക്കാരിനെ വലിയ രീതിയിലാണ് പ്രതിരോധത്തിലാക്കിയത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട PV അൻവറിന്റെ പരാമർശങ്ങൾ പിൻവലിക്കണം, അല്ലെങ്കിൽ ആ പരാമർശങ്ങൾ ഇനി തുടരുത് എന്ന കൃത്യമായി തന്നെ നിർദ്ദേശം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയിരുന്നു. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ പാടെ അവഗണിച്ചു കൊണ്ട് തന്നെയാണ് PV അൻവർ ഇന്നും അത്തരത്തിലുള്ള പരാമർശങ്ങൾ തുടർന്നത്, പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പരാമർശങ്ങൾ തുടർന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ വിജയരാഘവൻ അടക്കം തുറന്നു പറഞ്ഞിരുന്നു, ഇത് വളരെ മോശമായ രീതി ആണ്. കാരണം ഇങ്ങനെയല്ല ഒരു ഇടത് സ്വതന്ത്ര MLA പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങളെല്ലാം നടത്തേണ്ടത്. ഇത് പരസ്യമായി തുറന്നു പറയേണ്ട കാര്യങ്ങളല്ല. ഇത് പാർട്ടിക്കുള്ളിൽ നിന്ന് ആദ്യം പരിഹരിക്കേണ്ട കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ വന്ന് പറയണം എന്നെല്ലാം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ താൻ ഇനിയും പോരാട്ടം തുടരും എന്ന് PV അൻവർ പറയുന്നുണ്ട്. ഇപ്പോഴും അത് തന്നെ തുടരുകയാണ്. കാരണം തനിക്ക് ആരെയും ഭയമില്ല, മുകളിലുള്ള ഒരാളെ മാത്രമേ ഭയമുള്ളൂ, അത് ദൈവമാണ്. ആ ദൈവത്തെ മാത്രമാണ് തനിക്ക് ഭയമുള്ളത്. ഇനിയും താൻ പോരാട്ടം തുടരും. തന്നെ പാർട്ടിക്ക് വേണ്ട എങ്കിൽ താൻ
തൻ്റെ വഴി വെട്ടി തുറന്നു പോകും. അതുകൊണ്ട് തനിക്ക് ഇപ്പോൾ ആരെയും ഭയമില്ല. CPM തകർക്കുകയാണ് ചിലർ ചെയ്യുന്നത്. ഈ പാർട്ടി വളരെ നല്ല പാർട്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്, തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. പക്ഷെ പാർട്ടിയുടെ തലപ്പത്തുള്ള ആളുകൾ ആണ് ഈ പാർട്ടിയെ മോശമായ രീതിയിലേക്ക് എത്തിക്കുന്നത്. പല നല്ല നേതാക്കളും ഉണ്ട്, പക്ഷേ ആ നേതാക്കൾക്കെല്ലാം കാലിൽ വിലങ്ങ് ഇട്ടിരിക്കുകയാണ്, അവരുടെ കാലിൽ വിലങ്ങ് ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പോലും പലപ്പോഴും നിവൃത്തികോട് കൊണ്ട് ആണ് പല കാര്യങ്ങളും പറയുന്നത്. അത്തരത്തിൽ പാർട്ടിയെ പൂർണ്ണമായും നിയന്ത്രിക്കുന്ന ഒരു ലോബിയുണ്ട്, അത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് എന്ന് പറയാതെ പറയുകയാണ് PV അൻവർ ചെയ്യുന്നത്. ഇനി താൻ പുറത്തേക്ക് പോവുകയാണെങ്കിൽ പോലും അതിൽ തനിക്ക് ഒരു വിഷമവും ഇല്ല. പക്ഷേ നിലവിൽ താൻ MLA സ്ഥാനം രാജിവെക്കില്ല, പാർലമെന്ററി സമിതി കമ്മിറ്റിയിൽ നിന്നും താൻ പുറത്തു പോകില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 1.5 വർഷക്കാലം ഇനിയും താൻ ഉണ്ടാകും എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. വരുന്ന ഞായറാഴ്ച ഒരു പൊതുയോഗം വിളിച്ചിട്ടുണ്ട്. പൊതുജനങ്ങളോട് തനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, തൻ്റെ മണ്ഡലത്തിലുള്ള ജനങ്ങളോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അത് ഈ യോഗത്തിൽ പറയും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷമായിരിക്കും മറ്റ് കാര്യങ്ങൾ ഉണ്ടാകുക. എന്തായാലും തുടർച്ചയായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പാർട്ടിക്ക് നേരെയും മുഖ്യമന്ത്രിക്ക് നേരെയും എല്ലാം തുടരുമ്പോൾ പാർട്ടി സ്വാഭാവികമായും വലിയ രീതിയിലുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങും എന്നത് വളരെ വ്യക്തമാണ്. കാരണം അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കുമ്പോൾ അത് പ്രതിപക്ഷത്തിന് വലിയ ആയുധമാക്കാനുള്ള അവസരം കൂടിയാണ് PV അൻവർ നൽകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കടുത്ത ഒരു നടപടിയിലേക്ക് നീങ്ങും. കാരണം ഒരുപക്ഷെ ഘടകകക്ഷികൾ പോലും PV അൻവറിനെ സപ്പോർട്ട് ചെയ്യില്ല എന്നത് വളരെ വ്യക്തമാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ വനം വകുപ്പിന് എതിരെ പോലും അദ്ദേഹം ആഞ്ഞടിച്ചു. അത്തരത്തിൽ ഘടകകക്ഷികളെ പോലും പ്രതിരോധത്തിലാക്കുന്ന, അവർക്ക് അവമതിപ്പ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അത്തരത്തിൽ ഘടകകക്ഷികൾ പോലും എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്തായാലും PV അൻവർ പറയുന്നത് നിലവിൽ താൻ മുസ്ലിം ലീഗിലേക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ഒന്നും തന്നെ പോവില്ല എന്ന് പറയുന്നു. കാരണം അവർ തന്നെ പറയുന്നു, എന്നെ വേണ്ട എന്ന് ഇതര പാർട്ടികൾ പറയുന്നു. അപ്പോൾ പിന്നെ ഞാൻ എങ്ങോട്ട് പോകും എന്നുള്ളത് ആ രീതിയിൽ തന്നെയാണ് അൻവറിന്റെ ഓരോ വാക്കുകളും ഉള്ളത്. ഇനി എന്തായാലും ഞായറാഴ്ച പൊതുയോഗം നടക്കുന്നുണ്ട്. ആ യോഗത്തിൽ താൻ നിലപാടുകൾ പറയും എന്നും അൻവർ പറയുന്നുണ്ട്. മാത്രമല്ല വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.